ഹലോ, സിംഗപ്പൂർ വന്നിട്ട് ഡൊറിയൻ ഫ്രൂട്ട് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? എങ്കിൽ ഞാൻ ഇന്ന് ഡൊറിയൻ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഡൊറിയൻ ഫ്രൂട്ടിനെ പറ്റി നിങ്ങൾ ആർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല, എന്നാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. കാരണം ഈ ഫ്രൂട്ടിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ടേസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നതല്ല എന്നൊക്കെ. എന്നാൽ പിന്നെ ഒന്ന് കഴിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഒരെണ്ണം കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കുകയാണ്. ഫ്രൂട്ടിന് അത്യാവശ്യം ബാഡ് സ്മെല്ലുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഇതെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഫ്രൂട്ട് വാങ്ങാൻ ഒത്തിരി പേർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രൂട്ട് ഇങ്ങനെ കഴിക്കുന്നതിന് ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റം ഹെൽത്തി ആക്കാനും പിന്നെ പ്രോപ്പർ ഡൈജഷനും. അങ്ങനെ ഞാനൊരു പാക്കറ്റ് എടുത്തു. ഒരു പാക്കറ്റിൽ 5 എണ്ണമാണുള്ളത്. ഇത് വന്നിട്ട് $19.8 ആണ്. നമ്മുടെ ഇന്ത്യൻ രൂപ ഒരു 1300 വരും കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റും. ഇവരൊക്കെ ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കുവാണ്. അങ്ങനെ ഡൊറിയൻ ഫ്രൂട്ട് കഴിക്കാൻ പോവുകയാണേ. ഇത് എന്തിനാ ഗ്ലൗസ് ഇടുന്നതെന്ന് അറിയോ? ഈ ഫ്രൂട്ട്സിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ഇതൊരു ജ്യൂസി ടൈപ്പ് ആണ്. ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ അത് കയ്യിലെല്ലാം ആകും. ഞാൻ കൂട്ടത്തിനൊരു ചെറുനോക്കി എടുത്ത് കഴിക്കുവാണേ. ഓക്കെ, വിചാരിച്ച പോലെയല്ല, കുഴപ്പമില്ല. എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇനി എനിക്ക് വേണമെന്നില്ല. കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അത് സാധിച്ചു. ഇവര് രണ്ടാളും നല്ലതുപോലെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഡൊറിയൻ ഫ്രൂട്ടിന്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ.